ചങ്ങായിമാരെ 2 ദിവസം മുന്നേ ഒരു ഉസ്താദിനെ തെറി വിളിച്ച ചാണക സംഘിയില്ലേ, ആ സംഘി ഇന്നലെ ഒരു പെൺകുട്ടിനെ വീണ്ടും തെറി വിളിച്ച്. എന്തിനാണെന്നറിയാം, BJP വിമർശിച്ചതിന്റെ പേരിൽ. പക്ഷെ ആ പെൺകുട്ടി ഉണ്ടല്ല, ആ ചാണക സംഘിക്ക് വയറ് നിറയെ കൊടുക്കുകയും ചെയ്തു. സംഭവം എന്താ വെച്ചാൽ 2 ദിവസം മുന്നേ റിപ്പബ്ലിക്കിന്റെ അന്ന് മധ്യപ്രദേശിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തത് പാഠപുസ്തകത്തിന്റെ പേജിലായിരുന്നു. എത്ര ആൾക്കാർ ആ വീഡിയോ കണ്ടെന്നറിയില്ല, ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ അത്. ഇതാണ് ആ വീഡിയോ. ഈ വീഡിയോ എടുത്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേരുണ്ടല്ല ശരണ്യസ് എന്നാണ്. ആ പെൺകുട്ടി നല്ല രീതിയിൽ തന്നെ BJP ട്രോളിക്കൊണ്ടൊരു വീഡിയോ ചെയ്തു. അത് കണ്ടപ്പോ നമ്മൾ ഈ ചാണക സംഘിച്ചേട്ടനെ, തെറി വിളിക്കുന്ന ചാണക സംഘിച്ചേട്ടനെ, ചേട്ടൻ അങ്ങ് കുരു നല്ലോണം പൊട്ടി. നമുക്ക് ആദ്യം ഉണ്ടല്ലോ ആ പെൺകുട്ടി ചെയ്ത വീഡിയോ കാണാം, അതിനുശേഷം സംഘിച്ചേട്ടന്റെ കുരുപൊട്ടിയുള്ള വീഡിയോ കാണാം, അതിനുശേഷം പെൺകുട്ടി ആ കുരുപൊട്ടിയ സംഘിച്ചേട്ടനെ ആ കുരുലുണ്ടല്ലോ നല്ലോണം മുളക് തേക്കുന്നുണ്ട്, ആ വീഡിയോയും കാണാം. എന്നാൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകത്തിൽ ചോറ് കൊടുത്തില്ലേ, അതുമായി ബന്ധപ്പെട്ട് ആ ശരണ്യ എന്ന കുട്ടി ചെയ്ത വീഡിയോ ആദ്യം കാണാം. നാണുണ്ട് BJP ഗവൺമെന്റ് നിങ്ങൾക്ക്? സത്യമായിട്ട് ചോദിക്കാം, ഒരു ഇച്ചിരി ഉളുപ്പെങ്കിലും. സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്നത് ഒരേ പാർട്ടി, എന്നിട്ടും മധ്യപ്രദേശിലെ കുട്ടികൾക്ക് സ്വന്തം പാഠപുസ്തകം വലിച്ചു കീറി അതിൽ ചോറിട്ട് കഴിക്കേണ്ട അവസ്ഥയാണ്. അത് പിന്നെ എങ്ങനെ അല്ലാണ്ടിരിക്കും? ഈ പറയും പോലെ പാഠപുസ്തകത്തിനൊക്കെ അവർ വില കൊടുക്കുന്നുണ്ടോ? വില കൊടുത്ത് അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ വളർത്തിക്കൊണ്ടുവന്നാൽ ഈ പറയുന്ന പാർട്ടിക്ക് ആരെങ്കിലും വോട്ട് കൊടുക്കും? കഷ്ടം തന്നെ. അവര് ആദ്യം കയ്യിലിരിക്കുന്ന സംസ്ഥാനങ്ങളെ അറ്റ്ലീസ്റ്റ് 2 പ്ലാസ്റ്റിക് പ്ലേറ്റ് എങ്കിലും വാങ്ങിച്ചു കൊടുത്ത് ഉന്നമനത്തിലേക്ക് എത്തിക്കും, എന്നിട്ടല്ലേ ഇങ്ങോട്ട്. ഈ പറയും പോലെ കേന്ദ്രത്തിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നുണ്ട്. ഈ പറയുന്ന പ്രൊമോഷനും അതുപോലെ ഇവർക്ക് ബ്രാൻഡിംഗ് ഒക്കെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് പൈസ തരാൻ, അല്ലെങ്കിൽ ഇവർക്ക് പൈസ തരാൻ പറ്റില്ലല്ലോ. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, ഇഷ്ടംപോലെ പൈസ ഇവർക്ക് വാരി എറിയുന്നുണ്ടാക്കി ഈ പറയുന്ന മധ്യപ്രദേശിനൊക്കെ, കാരണം അവരുടെ സ്വന്തം സംസ്ഥാനമാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ നടക്കുന്നു? ഈ പറയുന്ന PM പോഷനും PM പോഷൻ പിന്നെന്തോ PM ശ്രീ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്നിട്ടും എന്താ ഇങ്ങനത്തെ ഒരു അവസ്ഥ അവിടുത്തെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്? അപ്പൊ ഇതെല്ലാം എവിടെ? മിനിസ്റ്ററിന്റെ കീശയിലോട്ടാണോ പോകുന്നത്? കേരളത്തെ കടന്ന് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ അത് പോരാന്ന് പറഞ്ഞ് സർക്കാരിനെ ചീത്ത വിളിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ പോയാലോ? അല്ലെങ്കിൽ ഇക്കരെ ഇരിക്കുമ്പോ അക്കരെ പച്ച. ഈ പറയുന്ന BJP ഗവൺമെന്റ് ഇവിടെ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവര് ഇതൊക്കെ കണ്ണു തുറന്ന് കാണണം. കണ്ടോ, ആ പെൺകുട്ടി ഉണ്ടല്ലോ മധ്യപ്രദേശിലെ BJP സർക്കാർ ചെയ്ത വൃത്തികേട് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ച്. നിങ്ങളുണ്ടല്ലോ കുറെ കുലസ്ത്രീ സംഘിണികളെ കണ്ടിട്ടില്ലേ? സംഘികൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന കുറെ സംഘി കുലസ്ത്രീകളെ, അവരുടെയൊക്കെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവരുണ്ടല്ലോ എതിരാളികളെ എന്തുമാത്രം വൃത്തികെട്ട രീതിയിലായിരിക്കും അധിക്ഷേപിക്കുന്നതെന്ന്. പക്ഷെ ഈ പെൺകുട്ടി ഉണ്ടല്ലോ മാന്യമായ രീതിയിൽ തന്നെ സംസാരിച്ചത്. പക്ഷെ ഈ മാന്യമായിട്ട് ഈ കുട്ടി വിമർശിച്ചത് കണ്ടിട്ട് ആ സംഘിച്ചേട്ടനെ തെറി മാത്രം പറഞ്ഞ സംഘിച്ചേട്ടൻ ഉണ്ടല്ലോ കുരു പൊട്ടി അങ്ങ് ഒലിച്ച്. നമുക്കെന്തായാലും ആ സംഘിച്ചേട്ടനെ കുരു പൊട്ടി ഒലിക്കുന്ന ആ വീഡിയോ കണ്ടാലോ? ആ വീഡിയോയിൽ പരമാവധി കാണിക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രം ഞാൻ കാണിക്കുന്നില്ല കേട്ടാ, കാരണം അത്രമാത്രം വൃത്തികെട്ട രീതിയിലാണ് ആ വേട്ടാവളിയും വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും ആ വേട്ടാവളിന്റെ കുറച്ച് വർത്താനം സഹിക്കേണ്ടി വരും. സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ കാണുക. അതിനുശേഷം ആ പെൺകുട്ടി ഈ വേട്ടാവളിന് കൊടുത്ത ആ നല്ല മറുപടിയും കാണാം. നമുക്ക് ആദ്യം വേട്ടാവളിയും സംഖ്യയുടെ കുരുപൊട്ടൽ കണ്ടാലോ? നാണമുണ്ടോ മോദി സർക്കാരെ? ഉളുപ്പില്ലേ? നിങ്ങൾക്കാര് വോട്ട് തരും എന്നൊക്കെയാണ് ഈ ശരണ്യ SP എന്ന് പറയുന്ന ഫേസ്ബുക്കിലെ ഒരു കമ്മിണി മോദിയെയും BJPയെയും പറ്റി പറയുന്നത്. ഒരു പക്ക കമ്മിണിയാണ്. ഇവിടത്തെ കാര്യം നോക്കാതെ മധ്യപ്രദേശിലെ പിള്ളേര് ഫുഡ് കഴിക്കുന്നത് പുസ്തകത്തിലെ പേപ്പറിലാണെന്ന് വേറെ ആരും അറിഞ്ഞില്ല. നിങ്ങൾ അറിഞ്ഞോ ഈ വാർത്ത? ഇല്ല. ഏത് സ്കൂളിലാണ്? അതും കൂടെ ഒന്ന് പറയാം. മധ്യപ്രദേശ് അമ്മയുടെ കുടുംബക്കാരുടെ നടത്തുന്ന സ്കൂളാണോ ഇത്? ആണോ? അല്ല, നീ പറഞ്ഞു കേട്ടാൽ നീ കേരളത്തിൽ കിടന്നല്ലേ ഈ കമ്മിണി ചമഞ്ഞുകൊണ്ട് ജനനയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജനസേവകനായി വരുന്ന കേന്ദ്ര പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ പറ്റി ഇങ്ങനെ ഇമാതിരി തോന്നിയവാസങ്ങളൊക്കെ വിളിച്ചു പറയാൻ? പിന്നെ നിന്റെ കുടുംബക്കാരും അച്ഛനും കൊണ്ട് വോട്ട് കൊടുത്തിട്ടാണോ BJP എല്ലാ സംസ്ഥാനങ്ങളും പിടിച്ച് അടക്കി ജനസമ്പർക്കങ്ങളും ഉണ്ടാക്കി ജനസേവകനായിട്ട് അവരെ മുന്നിൽ ഇന്നും ജീവിക്കുന്നത്, ഭരണം നടത്തുന്നത്? നീ വോട്ട് കൊടുത്തിട്ടാണോ? നിന്റെയോ നിന്റെ കുടുംബത്തിന്റെയോ ഒരു വോട്ട് പോലും ഇല്ലാതെ തന്നെ നീ പറയുന്ന മധ്യപ്രദേശും ഉത്തർപ്രദേശും ബീഹാറും എല്ലാം അടക്കി ഭരിക്കുന്നത് മോദി സർക്കാർ തന്നെയാണ്. അല്ല, നിന്റെ കുടുംബക്കാർ നിന്റെ കുഞ്ഞമ്മയെന്നും കൊണ്ട് വോട്ട് കുത്തി കൊടുത്തതല്ല കേട്ടോ കമ്മിണി ശരണ്യ. പിന്നെ ഈ ഏത് സ്കൂളാണെന്നൊന്ന് പറഞ്ഞത് അന്വേഷിക്കണം. കാരണം അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഏത് സർക്കാരാണെങ്കിലും അത് തെമ്മാടിത്തനോന്നേ പറയാൻ പറ്റൂ. ഒന്ന് കാണിച്ചാ ഇവിടെ മാധ്യമങ്ങൾ BJP സർക്കാർ ജയിച്ച് ഇപ്പം കേരളം എടുത്തതിന് ശേഷം ഓടിക്കൊണ്ട് നടക്കുകയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊക്കിയെടുത്ത് അതിനെ കൊണ്ടുവന്ന് തള്ളി വെച്ചിരാൻ. അപ്പോഴും അവര് പോലും അറിഞ്ഞിട്ടില്ല ഇത്.
ഞാൻ വിചാരിച്ച ഈ ചങ്ങയിട്ടില്ല സംഖ്യ ആയതിനു ശേഷം പൊട്ടനായതാണ്. പക്ഷേ ഉണ്ടല്ല ഈ ചങ്ങായി ജനിച്ചപ്പോ തന്നെ പൊട്ടനാണ്, ലോക പൊട്ടൻ. അങ്ങനെയുള്ള ഒരു ചാണക സംഖ്യയുടെ ശരാശരി ചാണക സംഖ്യയുടെ നിലവാരമാണ് ഇയാൾ. ആ നിലവാരത്തിലാണ് ഇയാൾ സംസാരിച്ചിട്ടുള്ളത്. ഈ മരം ഒണ്ണ തന്നെ പറയുന്നുണ്ട് പാഠപുസ്തകത്തിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സർക്കാർ ചെയ്തത് ചെറ്റത്തരാണെന്ന്. ഈ ചങ്ങായി ഈ വീഡിയോ ഒന്നും കാണുന്നില്ലേ? അത്രമാത്രം വൈറലായ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. ഈ വട്ടവളയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടും വന്നിട്ട് ന്യായീകരിക്കുന്നു. അതിന്റെ കാരണം എന്താ അറിയാം? ഇവർക്ക് എന്ത് സ്കൂള്, എന്ത് പാഠപുസ്തകം, അതിനെന്തെങ്കിലും വിലയോ അതിനെന്തെങ്കിലും ബഹുമാനോ ഈ വേട്ടാവളിയന്മാർ ഈ സംഖ്യകൾ കൊടുക്കുന്നില്ലല്ലോ. ഇതൊക്കെയാണ് ഇവന്റെ നിലവാരം. നാണവും മാനവും ഉളുപ്പില്ലാണ്ട് ചെയ്ത തെറ്റിനെ വന്നിട്ട് ഒരു ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ ന്യായീകരിക്കും. പിന്നെന്താണ്, ആരായാലും പെൺകുട്ടിയാണോ ആരാണോ നോക്കുന്നില്ല, ആരെയാണെങ്കിലും ഒരു നാണവും അല്ലാണ്ട് തെറി വിളിക്കും. കാരണം ഇവന്റെയൊക്കെ സംസ്കാരം ഉണ്ടല്ല, ഇവനൊക്കെ പഠിച്ച ഇവന്റെ വീട്ടിൽ നിന്നൊക്കെ കിട്ടിയ സംസ്കാരം ഇതൊക്കെയാണ്. അതുകൊണ്ട് ഇവനിൽ നിന്നും ഇവനെ പോലത്തെ സംഖ്യകളിൽ നിന്നും മാന്യമായ സംസ്കാരവും മാന്യമായ സംസാരവും രണ്ടും ആരും പ്രതീക്ഷിക്കേണ്ട. നമുക്കിനി ഉണ്ടല്ല ഈ വേട്ടാവളിയും ചാണക സംഖ്യക്ക് ആ പെൺകുട്ടി കൊടുത്ത നല്ല മറുപടി, വയറ് നിറയെ കൊടുത്ത ആ നല്ല മറുപടി ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഞാൻ ഈ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന സംഖ്യ ചേട്ടന് ഭയങ്കര വിഷമം. ഞാൻ ഈ പറയും പോലെ അവരുടെ BJP ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ മധ്യപ്രദേശിലെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് അവിടുത്തെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികൾക്ക് ഈ പറയും പോലെ താഴെ പേപ്പർ കീറിയിട്ട് ഭക്ഷണം കൊടുത്തതിനെതിരായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ ഒരു വലിയ പ്രസംഗം തന്നെ പറയുന്നുണ്ട്. എന്നെ കമ്പനി നിന്നും എന്റെ അച്ഛനെ അമ്മ ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനൊക്കെ ആയിട്ട് ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടൻ പറഞ്ഞ മൊത്തം പ്രസംഗവും വേസ്റ്റ് ആണ്. കുറെ സംഖ്യകൾ അതിന്റെ താഴെ വന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലും ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റിയിലും മാത്രം ഇരിക്കാതെ കുറച്ചൊക്കെ പുറത്തിറങ്ങിയിട്ട് ന്യൂസസ് കാണാൻ എടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഈ പറയുന്ന ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ അച്ചടിച്ച് വന്ന കാര്യം തന്നെയാണ് ആ ഒരു ന്യൂസ്, അല്ലാതെ ഇങ്ങനെ ഫേക്ക് ന്യൂസ് പരത്തിയതല്ല. സോ ചേട്ടൻ പ്രസംഗിച്ച മൊത്തം പ്രസംഗത്തിനും ഇവിടെ വെച്ച് ഒരു അർത്ഥം ഇല്ലാതാവുകയാണ്. പിന്നെ ഈ പറയുമ്പോൾ നിങ്ങളുടെ ഈ BJP ലോകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ചാണക ലോകത്ത് എല്ലാവർക്കും ജീവിക്കാൻ പറ്റണമെന്നില്ല ചേട്ടാ. ഇതിന്റെ താഴെ ഞാൻ രണ്ട് വീഡിയോസും കൂടെ ചേർക്കട്ടെ, നിങ്ങൾ കണ്ടു നോക്കൂ. ഒന്ന്, ഡസ്റ്റ്ബിന്നില് ദൈവമാണെന്ന് കരുതിയിട്ട് ആരൊക്കെയോ 2 ഫ്ലവേഴ്സ് ഉപേക്ഷിച്ചത് കണ്ടിട്ട് നോർത്തിലെ കുറെ ആൾക്കാർ അവിടെ വീണ്ടും പൂക്കൾ കൊണ്ടിട്ടിട്ട് ആരാധിക്കുന്ന ഒരു വീഡിയോ ആണ്. രണ്ടാമത്തേതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയും പോലെ വെള്ളത്തിൽ പാലൊഴിച്ച് കളിക്കുവാണ്, അതും തുണി ഉടുക്കാത്ത ഒരു സ്വാമി. അപ്പൊ നിങ്ങൾ ഈ 2 വീഡിയോ കണ്ടു. അവിടെ ആ സ്വാമിയെ തൊഴുത് കുമ്പിട്ട് നിൽക്കുകയാണ് അവിടുത്തെ ആൾക്കാർ. ഞാൻ എന്താ വീണ്ടും ആവർത്തിക്കുകയാണ്, ചേട്ടൻ എന്നോട് ചോദിച്ചു ഈ കണ്ട സംസ്ഥാനങ്ങൾ അത്രയും ഭരിക്കുന്നത് BJP LAD, നിന്റെ തന്തയില്ലല്ലോ വോട്ട് കൊടുത്തത്. ശരിയാണ്, എന്റെ കുടുംബത്തിലുള്ളവർക്ക് ഇത്രയും വിവരക്കേടൊന്നുമില്ല. ഞങ്ങൾ ജീവിക്കുന്നതും വളരുന്നതൊക്കെ കേരളത്തിലാണ്. ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഞങ്ങൾ ഒരിക്കലും നോർത്തിലല്ല. ഈ പറഞ്ഞ പോലെ ചാണകവും മൂത്രവും തിന്നും കുടിച്ചും ജീവിക്കേണ്ട അവസ്ഥ എനിക്ക് ഇല്ലേം താനും. പിന്നെ എന്താണ് ഇത്രയും സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP-യില്, അതിനുള്ള ഉദാഹരണം തന്നെയാണ് ഞാൻ താഴെ തന്നിരിക്കുന്ന വീഡിയോസ്, ഞാൻ മുമ്പ് ഇട്ട വീഡിയോ ഒക്കെ തന്നെ. കാരണം ഇവിടെ ഉള്ളവർക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, പൊട്ടക്കണിച്ച തവളകളല്ല. അപ്പൊ ഈ ഒരു ലോകത്തിലേക്ക് നിങ്ങളുടെ നോർത്തിലുള്ള BJP എത്തണമെങ്കിൽ ഇനിയും 10-60 വർഷം കഴിയേണ്ടി വരും. അപ്പൊ എന്തായാലും ചേട്ടൻ എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ജീവിച്ചോളൂ. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ പിറകെ വരരുത്. ഇത്രമാത്രം. പോരെ എന്റെ ചാണക സംഖ്യ ചേട്ടാ. ആ പെൺകുട്ടി തന്നത് ഇതിനെ കൊണ്ട് തൃപ്തിപ്പെടുകട്ടാ. ആ പെൺകുട്ടി ഉണ്ടല്ല, നേരായിട്ടല്ലെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടല്ലെങ്കിലും താങ്കളുടെ മാതാപിതാക്കളെയാണ് അവിടെ വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും മാതാപിതാക്കൾക്ക് സ്മരണ കിട്ടണമെങ്കിൽ ചേട്ടനുണ്ടല്ല പുണ്യം ചെയ്യണം, പുണ്യം. അതുകൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞ പോലെ ചേട്ടനുണ്ടല്ല ഉത്തരേന്ത്യ സംഖ്യകൾ ചെയ്യും പോലെ ചാണകമോ മൂത്രമോ എന്ത് വേണമെങ്കിലും എന്തും ചെയ്തോ. പക്ഷേ ഉണ്ടല്ല ആ സാധനം കേരളത്തിൽ കൊണ്ടുവന്നിട്ട് മലയാളികൾ മൊത്തം നിങ്ങൾ ചെയ്യും പോലെ ആ സാധനം ചെയ്യണം എന്ന് പറഞ്ഞാല് അത് നടക്കൂല സംഖ്യച്ചേട്ടാ, അത് നടക്കൂല. നിങ്ങൾ ചാണകവും പശുവിന്റെ മൂത്രവും ഉപയോഗിക്കുന്നത് പോലെ ബാക്കിയുള്ള മലയാളികൾ ആരും ഉപയോഗിക്കൂല. അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് ചേട്ടന്റെ തലയിൽ മൊത്തം ചാണകമായത്. അതാണ് ചേട്ടൻ വായ തുറന്നാല് ചാണക വർത്താനം മാത്രം പറയുന്നത്. അതുകൊണ്ട് ചേട്ടനുണ്ടല്ല ഇനി ഇതുപോലെ ആരെങ്കിലും തെറി വിളിക്കണം. അതിനുശേഷം തിരിച്ചവരുടെ വായിന്ന് ചേട്ടന്റെ മാതാപിതാക്കൾക്ക് നല്ല സ്മരണ കിട്ടുമ്പോൾ കിടന്ന് ഉരുളണം, ഉരുണ്ട് മറിയണം. അപ്പൊ ഈ വേട്ടാവളിയും ചാണക സംഖ്യ ചേട്ടന് വയറ് നിറയെ കൊടുത്ത ശരണ്യക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.